ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് അർജു. എനിക്ക് അരി മേടിക്കാനുള്ള സെഗ്മെന്റിനെ കുറിച്ച് ഓർമ്മ വന്നത് ഇന്നപ്പോഴാണ് വേറെ യൂട്യൂബറിൻ്റെ വീഡിയോ എനിക്ക് ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞ ആപ്പിനെ പറ്റി അറിയാം. സോ ആസ്ട്രോടോക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പല്ലവികാരം എന്ന് പറഞ്ഞ പുള്ളിക്കാരിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ ജനിച്ച സമയം നോക്കിയിട്ട് പുള്ളിക്കാരി എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായി. സോ നമ്മൾ കുറേ പേർക്ക് 40-30 ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് ജോലി കിട്ടാത്തതുകൊണ്ടായിരിക്കും ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ ഇവർക്ക് ഒരു ഇനിയിപ്പോൾ ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരായിക്കോട്ടെ ആർക്കാണെങ്കിലും ബിനോമോ ഭയങ്കര യൂസ്ഫുൾ ആണ്. ബിക്കോസ് ബിനോമോ ഈസ് ഫോർ എവരിവൺ. ഞാൻ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ത്രൂ മീറ്റ് ചെയ്യുന്നു. യൂട്യൂബിലെ സ്കിപ്പബിൾ ആർട്സും നോൺ സ്കിപ്പബിൾ ആർട്സും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ല അതിലും കാണും 1 മുതൽ 2 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ക്രിയേറ്ററുടെ സൈഡിൽ നിന്നുള്ളൊരു ബ്രാൻഡ് പ്രൊമോഷൻ. ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിലെ ക്രിയേറ്റർ എക്കണോമി വളർത്താനും പുതിയ ബിസിനസ്സുകൾക്ക് അവരുടെ പ്രൊഡക്ട്സ് ക്രിയേറ്ററുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ച് സെല് ചെയ്യാനൊക്കെ ഈ ബ്രാൻഡ് പ്രൊമോഷൻസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സ് നടത്തുന്ന ചില ബ്രാൻഡ് പ്രൊമോഷൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഈസി ആയിട്ട് പറ്റിക്കപ്പെടുന്ന ഒരാളല്ല. പക്ഷേ നമുക്കങ്ങനെ എപ്പോഴും പറ്റിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, മലയാളം യൂട്യൂബിലെ പ്രമുഖ മൂവി റിവ്യൂവറും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഗേറ്റ് കീപ്പറും ഒക്കെ ആയ ഉണ്ണി വ്ലോഗ്സിന് ഒരു ടെക് ചാനലുണ്ട്. അതിൽ അദ്ദേഹം പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റാണ് ലോജിടെക്കിൻ്റെ K380 എന്ന് പറയുന്ന കീബോർഡ്. ഇതാണ് കീബോർഡ്. ഞാനിത് 2 കൊല്ലം മുമ്പ് ഉണ്ണി വ്ലോഗ്സിൻ്റെ സജഷൻ കേട്ട് വാങ്ങിച്ചതാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഉണ്ണി സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നല്ലതായിരിക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ ഉണ്ണി വ്ലോഗ്സും മറ്റ് പല പ്രമുഖ യൂട്യൂബേഴ്സും പ്രൊമോട്ട് ചെയ്ത ഒരു ഓഡിയോ ബുക്ക് ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുക്കുകയുണ്ടായി. തട്ടിക്കൂട്ടിയ അമിട്ടുകൾ എന്ന് പറയുന്ന പുസ്തകം പക്കി FM-ൽ അവൈലബിൾ ആണ്. കോഡ് ഉപയോഗിക്കുക കോക്ക് പക്കി 123. പക്ഷേ അതിലെ ഓഡിയോ ബുക്കിൻ്റെ നറേഷനും പ്രസൻറ്റേഷനും ഒക്കെ എനിക്ക് പേഴ്സണലി വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രൊഡക്റ്റിൽ ഞാൻ ചിലവാക്കിയ തുക വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രൊമോഷണൽ വീഡിയോസിൻ്റെ അടിയിലൊന്നും പോയി എൻ്റെ ജെനുവിൻ ഫീഡ്ബാക്ക് ഒരു കമൻ്റ് ആയിട്ട് പോലും ഇടാനുള്ള എഫോർട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ ഇത് വളരെ ചിലവേറിയ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയിരുന്നെങ്കിലോ? അപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കൂടിപ്പോയാൽ ഈ ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ പ്രൊമോഷണൽ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് ഒരു കമൻറ്റ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്കൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. അതിനപ്പുറത്തേക്കുള്ള അക്കൗണ്ടബിലിറ്റി ഒന്നും ഈ ക്രിയേറ്റേഴ്സ് ആരും ഏറ്റെടുക്കാനും പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ യുക്തിക്കോ കോമൺ സെൻസിനോ ഒട്ടും യോജിച്ചു പോകാനാവാത്ത ചില പ്രൊഡക്ട്സിൻ്റെയൊക്കെ പരസ്യം നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ കുറേ പേർ അതിൽ ചെന്ന് വീഴും. എന്തുകൊണ്ട്? ചിലർ പറയും നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്നു കൊടുത്തതാണ് പറ്റിക്കപ്പെടുന്നതെന്നൊക്കെ. പക്ഷെ നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്കൊക്കെ കുറേ കോഗ്നിറ്റീവ് ബയസുകളുണ്ട്. അതിൽ ഇൻഫ്ലുവൻസർ ബ്രാൻഡ് പ്രൊമോഷൻസിന് നമ്മൾ വീണു പോകാൻ കാരണമായ ഒരു കോഗ്നിറ്റീവ് ബയസാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് കോഗ്നിറ്റീവ് ബയസ്? നമ്മുടെ ചിന്തകൾ, ഡിസിഷൻ മേക്കിംഗ്, അറ്റൻഷൻ, പെർസെപ്ഷൻ ഇതെല്ലാം ചേർന്ന കാര്യത്തിനെയാണ് നമ്മൾ കോഗ്നിഷൻ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓൺ എ ഡെയിലി ബേസിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പോലുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആകേണ്ടി വരാറുണ്ട്. അത്തരമൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു കാർ വാങ്ങണം. 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ കാർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിദേശ ബ്രാൻഡിൻ്റെ കാർ ചൂസ് ചെയ്യാം. ഇന്ത്യൻ ബ്രാൻഡിൻ്റെ കാർ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, ഇന്ത്യൻ റോഡ്സിന് സൂട്ടബിൾ ആണ്, ആൻഡ് നിങ്ങൾ നോക്കുന്ന പെർട്ടിക്കുലർ മോഡലിനെ പറ്റി നല്ല റിവ്യൂസും ആണ് ഉള്ളത്. വിദേശ ബ്രാൻഡിൻ്റെ കാറിനും സിമിലർ ഫീച്ചേഴ്സ് ആണുള്ളത്, എന്നാൽ അല്പം കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇന്ത്യൻ ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കൊള്ളില്ല എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾ വിദേശ ബ്രാൻഡിൻ്റെ കാർ ചൂസ് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയത് ഇന്ത്യൻ ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കൊള്ളില്ല എന്നൊരു തോന്നൽ മൂലമുള്ള കോഗ്നിറ്റീവ് ബയസിനോടാണ്. കോഗ്നിറ്റീവ് ബയസുകൾ പലവിധമുണ്ട്. എന്നാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഹാലോ എഫക്റ്റ് എന്ന കോഗ്നിറ്റീവ് ബയസിനോടാണ്. ഇമാജിൻ നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവർ ആണ്. ഇന്ന് നിങ്ങൾക്ക് മുമ്പ് 2 പേരാണ് ജോബ് ഇൻ്റർവ്യൂവിനായിട്ട് വരുന്നത്. അതിലൊരാളെ സെലക്ട് ചെയ്തേ പറ്റൂ. ആദ്യത്തെ ആൾ വളരെ കെയർലെസ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തേക്കുന്നത്, കാണാനും അത്ര ഇംപ്രസീവ് അല്ല. രണ്ടാമത്തെ ആൾ വെൽ ഗ്രൂംഡ് ആണ്, കാണാൻ മെടുക്കുന്നതാണ്. ഈ കെയർലെസ് ആയിട്ട് ഡ്രസ്സ് ചെയ്തേക്കുന്ന ആൾക്ക് അല്പം കൂടി സ്കിൽ സെറ്റ്സും എക്സ്പീരിയൻസും ഉണ്ട്. എന്നാലും നിങ്ങൾ അപ്പിയറൻസിനെ ബേസ് ചെയ്ത് മാത്രം വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ആളിനെ ജോലിക്കായിട്ട് സെലക്ട് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ആയിരിക്കുന്ന ഹാലോ എഫക്റ്റ് എന്ന കോഗ്നിറ്റീവ് ബയസ് മൂലമാണ്. ഈ ബയസ് അപ്പിയറൻസിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ഫീൽഡിൽ കഴിവ് തെളിയിച്ച ഒരാൾ മറ്റേതെങ്കിലും ഒരു ഫീൽഡിനെ പറ്റി വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യുന്നു. നിങ്ങൾ നോക്കുമ്പോൾ എന്താ, ഒരു ഫീൽഡിൽ വളരെ മിടുക്കനായിട്ട് നിൽക്കുന്ന ആൾ മറ്റൊരു ഫീൽഡിനെ പറ്റി അഭിപ്രായം പറയുന്നു. അത് ശരിയായിരിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ പെർസെപ്ഷൻ ഹാലോ എഫക്റ്റിനെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ് സൈക്കോളജി വരെ എത്തി. പക്ഷേ ഈ ചാനലിൻ്റെ നീഷെന്ന് വെച്ചാൽ ബിസിനസ്സും സ്റ്റാർട്ടപ്സും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടോപ്പിക്ക് റെലവൻറ്റ്? നമുക്ക് ബിസിനസ് വേൾഡിലേക്ക് തന്നെ വരാം. ആപ്പിൾ എന്ന കമ്പനി കൺസിഡർ ചെയ്യാം. ആപ്പിൾ എന്ന ടെക് ജയൻ്റ് ഒരുപാട് വർഷമായിട്ട് നല്ല പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിച്ച് നേടിയതാണ് അവരുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. അതുകൊണ്ട് തന്നെ പുതിയൊരു ആപ്പിൾ പ്രൊഡക്റ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിന് വേണ്ടി എക്സൈറ്റഡ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി എങ്കിലും ഉണ്ടായിരിക്കും. ഇതൊരു പോസിറ്റീവ് ബയസാണ്. നമുക്ക് ആളുകളോട് തോന്നുന്ന പോലെ തന്നെ ബ്രാൻഡുകളോട് തോന്നുന്ന ഒരു തരം ഹാലോ എഫക്റ്റ് ആണിത്. ആപ്പിളിൻ്റെ കേസിൽ അവരുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി, ഇന്നോവേഷൻ, എക്കോ സിസ്റ്റം, കസ്റ്റമർ എക്സ്പീരിയൻസ് ഇതെല്ലാം ഓവർ ദ ഇയേഴ്സ് അവർക്ക് നേടിക്കൊടുത്താണ് അവരുടെ ബ്രാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള ഹാലോ എഫക്റ്റ്. ഇതേ ഹാലോ എഫക്റ്റ് ഇന്ത്യൻ കമ്പനികളായ ടാറ്റ ഗ്രൂപ്പിനും അമൂലിനും ഒക്കെ ഉണ്ട്. വലിയ കമ്പനികൾക്ക് മാത്രമല്ല, ഒരു സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് ബ്രാൻഡായ സെറോദയ്ക്കും ഇതേ ഹാലോ എഫക്റ്റ് ഉണ്ട്. എന്നാൽ സ്വന്തമായി ഹാലോ എഫക്റ്റ് ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിലോ അവരെങ്ങനെ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യും?
ഉദാഹരണത്തിന് ഒരു പുതിയ സ്റ്റാർട്ടപ്പ്. ഇത്തരം കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇനീഷ്യൽ കസ്റ്റമേഴ്സിന് ഓഫറുകൾ കൊടുക്കാം, കസ്റ്റമർ റെഫറൽ ബോണസുകൾ കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ കണ്ടുവരുന്ന കൂട്ട് ഒരു മൂവി സ്റ്റാറിനെ കൊണ്ട് TV കൊമേഴ്ഷ്യൽ ചെയ്യിക്കാം. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. എന്തുകൊണ്ടാണ് അവർ മൂവി സ്റ്റാർസിനെ ചൂസ് ചെയ്യുന്നത്? ഈ മൂവി സ്റ്റാർസ് സിനിമ എന്ന മേഖലയിൽ കഴിവ് തെളിയിച്ച് സ്വന്തമായി ഹാലോ എഫക്റ്റ് ഉള്ള ആളുകളാണ്. അവരെ കൊണ്ട് ഒരു ബ്രാൻഡ് എൻഡോസ് ചെയ്യിപ്പിച്ചാൽ ആ ബ്രാൻഡിനും പ്രൊഡക്റ്റിനും അത്ര റീച്ച് കിട്ടുമെന്ന് ഈ കമ്പനികൾക്കറിയാം. ഉടൻ തന്നെ junglyrummy.com-ൽ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഈ മൂവി സ്റ്റാർസിന് പകരം സ്പോർട്സ് താരങ്ങളെ വേണമെങ്കിൽ TV കൊമേഴ്ഷ്യൽസിനായി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന കൂട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്ത് തങ്ങളുടെ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യാം. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കേസ് തന്നെ എടുക്കാം. നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ഇൻഫ്ലുവൻസറുടെ എക്സാമ്പിൾ എടുക്കാം. സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഇമാജിനറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അദ്ദേഹത്തിൻ്റെ നീഷ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. പുള്ളി എല്ലാവരും സഹായിക്കും. വഴിയിലൂടെ പോകുന്ന അപ്പച്ചന്മാരെ സഹായിക്കും, ഓട്ടോ ചേട്ടന്മാരെ സഹായിക്കും, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്ത് സഹായിക്കും, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് പെട്രോൾ അടിച്ചു കൊടുത്ത് സഹായിക്കും. എന്നിട്ട് അവസാനം ഇതൊക്കെ വീഡിയോ ആക്കി തമിഴ് തെലുങ്ക് BGM ഒക്കെ ചേർത്ത് സ്വന്തം ചാനലിടും. വീഡിയോകളൊക്കെ വൈറലാവുന്നു. ആളുകൾ ഇത് കണ്ടിട്ട് ഇവൻ കൊള്ളാം, നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ആളുകളെ ഇവൻ സഹായിക്കുന്നുണ്ട്, ഇവനൊരു കില്ലാടി തന്നെ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഇങ്ങേരുടെ സബ്സ്ക്രിപ്ഷൻ ബേസിസും വ്യൂവർഷിപ്പും ഒക്കെ കൂടുന്നു. ഈ വ്യൂവേഴ്സിൽ അധികം പേരും ഇങ്ങനെ ഒരു ദൈവത്തെ പോലെ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ റിംഗ് പ്രത്യക്ഷപ്പെടുന്നു. ഈ ഇൻഫ്ലുവൻസർ നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് ഫാൻസ് ഉറച്ചു വിശ്വസിക്കുന്നു. ഇവരാണ് ഈ ഇൻഫ്ലുവൻസറുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഇൻഫ്ലുവൻസർക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. സ്വന്തം പടം വെച്ച മെർച്ചൻഡൈസ് ഇവരിലേക്ക് വിൽക്കാം. സ്വന്തമായി ഹാലോ എഫക്റ്റ് ഇല്ലാത്ത ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് ഇവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേണ്ടി വന്നാൽ ഇവരെ വിട്ട് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ മറ്റാളുകളെയൊക്കെ തെറി വിളിപ്പിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസർക്ക് സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രാൻഡ് പ്രൊമോഷൻസും മെർച്ചൻഡൈസ് വിൽക്കുന്നതൊക്കെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തിരി കുഴപ്പം പിടിച്ച ബ്രാൻഡുകളെയാണെങ്കിലോ? ഉദാഹരണത്തിന് ഗാംബ്ലിംഗ് ആപ്സ് അല്ലെങ്കിൽ അസ്ട്രോളജി പോലുള്ള സൂഡോ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകൾ. അപ്പോഴും ഇദ്ദേഹം നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് കരുതുന്ന ആളുകൾ അതിൽ ചെന്നപ്പെടും. ഇതുവരെയും ഇനി അങ്ങോട്ടും ബിസിനസ് വേൾഡ് വർക്ക് ചെയ്യുക ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. കമ്പനികൾ സ്വന്തമായി ഹാലോ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. സ്വന്തമായി ഹാലോ എഫക്റ്റ് ഇല്ലാത്ത കമ്പനികൾ സ്വന്തമായി ഹാലോ എഫക്റ്റ് ഉള്ള ആളുകളെ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ആസ് കൺസ്യൂമേഴ്സ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെയും ബ്രാൻഡുകളെയും പൈസകളെയൊക്കെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം ബിസിനസ് തിയറികൾക്കും സ്റ്റോറികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.